ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ നമ്മൾ പറഞ്ഞാൽ ചിക്കൻ എടുത്തു അതന്നെയാണ് കേട്ടോ സ്പെഷ്യൽ. അപ്പൊ ഇന്ന് ചിക്കൻ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പൊ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചപ്പോഴേ നമ്മൾ വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ 2 കിലോ കേട്ടോ. 2 കിലോ ചിക്കൻ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചായിട്ട് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് ഒരു കോഴി ഫുള്ളായിട്ട് വാങ്ങിക്കണം. അല്ലെ നമുക്ക് 1/2 കിലോ വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട. പിന്നെ ഇവിടെ അങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ 2 കിലോ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ അവര് ചെറുതായി പീസൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. പുറത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് പുറത്ത് വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അകത്ത് എന്തായാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞതാണേ. അപ്പൊ ഇനി ഇതൊക്കെ തെറിച്ചതാവുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സവാളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ കടയ്ക്ക് പോകേണ്ടി വരും. എന്തോ അതിനെല്ലാം ഉണ്ടോ പെട്ടെന്നാണ് തീരുമാനിച്ചത്. ചിക്കൻ വെക്കാന്ന് പെട്ടെന്നാണ് തീരുമാനിച്ചത്. അപ്പൊ ഇതിന്റെ പെട്ടെന്ന് തീരുമാനിച്ചോണ്ടേ ഇതിന്റെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോന്ന് സംശയമാണ്. അതിനും എന്ത് ചെയ്യും. അപ്പൊ അതൊന്ന് വൃത്തിയായി കഴുകട്ടെ കേട്ടോ. ഇത് കാണിക്കുന്നു കഴുകുന്നത്. ഒരു കളർ ചേഞ്ച് ചെയ്ത് ചിക്കൻ്റെ ഒരു വെള്ള കളർ വേണ്ടേ? എന്തല്ലാത്തത് ഇപ്പൊ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമുക്കിന്നത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പൊ അതാ നമ്മൾ ചിക്കനൊക്കെ നല്ല ക്ലീൻ ആയി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് കറിയാക്കാം. നമുക്ക് ആദ്യം കുറച്ച് വറുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാം. അപ്പൊ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനൊക്കെ നല്ല സമയം എടുക്കും. എന്നാലും നമുക്ക് ഇന്ന് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ കറി വെക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഉപ്പും മുളകും മസാലയൊക്കെ ഒന്ന് പരത്തി വെക്കാം. പിന്നെ ചിക്കൻ കറി വെക്കണത് അങ്ങനെ സ്റ്റോപ്പ് ആയിട്ടോ. എന്താന്ന് വെച്ചാലില്ലേ, ഞാൻ 12 മണിക്കാണ് വെക്കാൻ പോയത്. അപ്പൊ നോക്കുമ്പോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ വീട്ടില്. അപ്പൊ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ വെച്ച് പോയപ്പോ കട അടച്ചിരിക്കണു. ഞാൻ 3 മണിയാവും കേട്ടോ കട തുറക്കാന്. അപ്പൊ 3 മണിയൊക്കെ ആയി. ഇപ്പൊ 3 മണിക്ക് 4 മണിയായി. പിന്നെ ഞാനിപ്പോ കടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ ചിക്കൻ. ഇതാ ഞാനിത് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ കുറച്ചെടുത്തിട്ട് ചില്ലിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും മോളും കുറച്ച് ചില്ലിയൊക്കെ ആക്കിയിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് നമുക്കിനിയിപ്പോ കറി വെക്കണം. അപ്പൊ എന്തായാലും ഏട്ടൻ വരില്ല. അപ്പൊ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ ഇത് ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇതിനൊന്ന് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഉരുളിയിലാണ് കേട്ടോ വറുക്കാൻ പോകുന്നത്. വറുത്തിട്ട് ഇതിലെങ്ങനെ കറി വെക്കാന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഉള്ളത് ചീൻചട്ടിയാണ്. അതിൽ വെച്ച് അത്ര ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഉരുളി ഒന്ന് കഴുകി എടുത്തിട്ട് ഇതിന് വെക്കാം കേട്ടോ. അപ്പൊ നമുക്കിതാ ഉരുളി വെക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും കേട്ടോ. എന്തായാലും ഇത് ചൂടാവട്ടെ. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എല്ലാ ചിക്കനും ഒന്ന് വറുത്തിട്ട് വരാം. പിന്നെ അപ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഇത് വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ സവാള എല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ അതിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാവുമ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരാക്കി വരുമ്പോഴേക്കും സമയമാവും എന്തെങ്കിലും. പിന്നെ എനിക്കിപ്പോ ഷോപ്പ് അടയ്ക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പണിയാൻ വേണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് വാങ്ങിച്ചത് കേട്ടോ.
നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ സവാള ഞാൻ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ നമ്മുടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊന്നും എടുക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി വറുക്കാൻ, ഇനി 2 പ്രാവശ്യം ഇടാനുള്ളതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും വറുത്തെടുത്തിട്ടുള്ളൂ. ഇനി ഒരു 2 പ്രാവശ്യം കൂടി ഇടാനുള്ളതുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ അതാ 2ാം പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ഇടാനുള്ളതുണ്ട്. അപ്പൊ അതാ ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതാ ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പൊടിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ സവാളൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ദാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു വെളിച്ചക്കുറവ് കേട്ടോ. 6:30 ആവാനായി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ തക്കാളിയുടെ ഒരു പച്ച മണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കറുപ്പ് കാണുന്നത് നമ്മൾ വറുത്തെടുത്തില്ലേ, അപ്പൊ അതിന്റെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് അടിപിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന്റെ പച്ചമണമൊക്കെ പോണ വരെ, മുളക് പൊടിയുടെ അതിന്റെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഈ ടൈമിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലൊരു ഗ്രേവി ആക്കാം കേട്ടോ. അപ്പൊ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, ഒരളവിന് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഗ്രേവി എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിടാനുള്ള സമയമുണ്ട് കേട്ടോ. ഇതൊരു തിള വരട്ടെ, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പൊ ഒരു ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഒരു മഞ്ഞ പോലൊക്കെ തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇല്ലേ, നല്ല ഡാർക്ക് ആയിട്ട് നല്ല ബ്രൗൺ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ അതാ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. മുളകിന്റെ മണം എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്താണ് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ആ മസാല ചിക്കനിലെല്ലാം പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ മസാല എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചു നേരം ഇതുപോലെ വെക്കാം. അപ്പൊ നമുക്ക് മല്ലിയിലയും കൂടി ഇതിന്റെ മേലെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. മല്ലിയിലയും കൂടി വെതറി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ കഴിക്കാന്. കണ്ടില്ലേ, നല്ലൊരു കളറായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിലുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെ, എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. രാത്രിക്ക് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പൊ ഈ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കണം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പൊ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കാം കേട്ടോ. അപ്പൊ ചപ്പാത്തിക്ക് ഇന്നലെ രാത്രി ചപ്പാത്തിയായിരുന്നു, ഇന്ന് രാവിലെ ചപ്പാത്തി, ഇന്ന് രാത്രിയും ചപ്പാത്തിയാണ്. പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ ചപ്പാത്തി കഴിക്കാൻ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ചപ്പാത്തിക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ. അപ്പൊ നമുക്ക് മാവൊന്ന് കുഴച്ച് തരാം കേട്ടോ.
ഇപ്പൊ ദാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് ഷോപ്പൊക്കെ അടച്ച് വന്നിട്ടേ ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പൊ അത്ര നേരം ഇത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി ഒരു ചെറിയ പണിയുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് ഞാൻ മാവ് ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാവല്ല, അരി. ഇഡ്ഡലി നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളതേ. പിന്നെ അതിന് ശേഷമില്ലേ, ഞാൻ അപ്പോഴേ ഗ്രൈൻഡറിൽ അരി ഉഴുന്നൊക്കെ ആട്ടാനുണ്ടായിരുന്നു. അപ്പൊ ഗ്രൈൻഡറിൽ ഉഴുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഉഴുന്നെടുത്തു. പിന്നെ അതിന് ശേഷം ഇത് അരി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാന് നാളെ ഇഡ്ഡലിക്കുള്ള അരി ഉഴുന്ന് രാവിലെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉഴുന്ന് അപ്പോഴേ അരച്ചെടുത്തു. ഇടയിൽ ഞാൻ ചിക്കൻ കറി വെക്കുന്നതിന് ഇടയിൽ വന്നിട്ട് ഉഴുന്നൊക്കെ അരച്ചെടുത്തു കേട്ടോ. പിന്നെ അത് അരി ഇട്ടിട്ടുണ്ട്. അപ്പൊ അരി ആടിക്കഴിഞ്ഞു. ഇനി രണ്ടും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ആ പണിയും കൂടി ഉണ്ട്. പിന്നെ പോയിട്ട് നമുക്ക് ഷോപ്പ് അടച്ചിട്ട് വന്നിട്ട് ചപ്പാത്തിയുടെ പണി നോക്കാം. അപ്പൊ ഇതാ ഉഴുന്ന് അപ്പോഴേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അരിയും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ അരി ഉഴുന്നൊക്കെ ആട്ടി സെറ്റ് ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയായി. ഇതൊരു 4 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ 4 ദിവസത്തിന് ഒരുമിച്ച് അരച്ചത് കൊണ്ടാണ് ഇത്രയും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് അടച്ചിട്ട് വരാം കേട്ടോ. പിന്നെ അങ്ങനെ പോയി ഞാൻ ഷോപ്പൊക്കെ അടച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നു. പിന്നെ ഞങ്ങളിതാ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയിലത്തെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അതാ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി ഞാനും ഏട്ടനും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾ അപ്പോഴേ കഴിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.